ഞാനിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിടിലൻ കോട്ടുള്ള ഒരു റീല് കണ്ടു. പണ്ടാരും അത് സേവ് ചെയ്യാനും പറ്റിയില്ല, അത് ആ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പൊ കാര്യം എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ബിക്കോസ് എവറി വൺ ലൈക്സ് എ മൂവി ഓർ എ സീരീസ്, അതായത് എല്ലാവർക്കും ഒരു സിനിമയോ സീരീസോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിൽ അത് പറഞ്ഞോളൂ എന്നുള്ളൊരു കോട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 4-5 പേര് ആയിട്ടായിരിക്കും ഒരു സിനിമയോ സീരീസൊക്കെ കാണാം. 4 പേർക്കും ഇഷ്ടമാണെന്ന് പറയും. അപ്പൊ നമുക്കൊരു മടി ഉണ്ടാവും, ഇതെന്താ ഇത് പോരല്ലോ എന്ന് പറയാൻ ഒരു ചെറിയൊരു മടി ഉണ്ടാവും. അത് വേണ്ട എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു റീൽ ഒരു സേഫ് സ്പേസ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഈ പണ്ട് പറയാൻ പറ്റാതെ പോയ ആ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആ ഒരു അഭിപ്രായമില്ലേ, അത് നമ്മുടെ കമന്റിലേക്ക് ഇട്ടോ. സേഫ് സ്പേസ് ആണ്, ആരും നിങ്ങൾ ഒന്നും പറയില്ല. തുടക്കം ഞാൻ തന്നെ തുടങ്ങിത്തരാം, ആരും പേടിക്കണ്ട. പണ്ട് ദിലീപും നയൻതാരയും കൂടെ അഭിനയിച്ച ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയില്ലേ, എനിക്കത് അന്ന് വീട്ടുകാരൊക്കെ കൂടി പോയി തിയേറ്ററിനാണ് ഞാൻ കണ്ടത്. എനിക്കത് അന്നും ഇതിനെന്തിനാ ഇത്ര ഹൈപ്പ് എന്ന് മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, അതിൽ കൂടുതൽ അതിലൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരോ ഫോണിൽ വിളിച്ചിട്ട് പ്രേമിക്കുന്നു, അത് വേറെ ആളാന്ന് പറയുന്നു, എന്നിട്ട് അവരിനെ കല്യാണം കഴിക്കുന്നു, പിന്നെ അവര് മരിച്ചിട്ട് വന്നിട്ട് പിന്നെ ആദ്യം ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. What the fuck? ഇതിനെ വേറെ വിജയും സൽമാൻ ഖാനൊക്കെ റീമേക്ക് വരെ ചെയ്തിരിക്കുന്നു. എന്തിനാണ് അവർ റീമേക്ക് ചെയ്തത്? ചിലപ്പോൾ അഭിനയിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ദിലീപിന്റെ എല്ലാ സിനിമയിലുള്ള പോലത്തെ ഒരു കോമഡിയോ ഒന്നും തന്നെ അതിലില്ല. ഇതെന്തിനാണ് ഇത്ര വലിയ സംഭവമാണെന്ന് എല്ലാവരും പറയുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പോരട്ടെ. ഏറ്റവും മികച്ച അഭിപ്രായത്തിന് ബെസ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയന് വേണമെങ്കിൽ ഒരു അവാർഡ് തരാം.